മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവേ, ഒരുപാട് ചരിത്രങ്ങളാണ് മൂസാ നബിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് പറ്റിയത് മൂസാ നബിയെ? സങ്കടമാണല്ലോ, സന്താപമാണല്ലോ, മുഖത്തെന്താണ് ഒരു വാട്ടമുള്ളത്? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ജിബ്രീലേ, എങ്ങനെയാണ് ഞാൻ സങ്കടപ്പെടാതിരിക്കുക? വലിയൊരു ഗോൾഡൻ ചാൻസ് ആണല്ലോ എനിക്ക് നഷ്ടമായത്, വലിയൊരു അവസരമാണല്ലോ എനിക്ക് നഷ്ടമായത്. കാരണം ഇന്നലെയായിരുന്നു അള്ളാഹുവിനെ കാണാൻ വേണ്ടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അള്ളാഹനെ കാണാൻ വേണ്ടി ഞാൻ തൂർ സീനാ പർവ്വതത്തിലേക്ക് പോയത്. അങ്ങനെ തൂർ സീനാ പർവ്വതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹനെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, എൻ്റെ കണ്ണുകൾ കൊണ്ട് അള്ളാഹനെ കാണുക പോയിട്ട് അള്ളാഹുവിന്റെ പ്രകാശങ്ങളുടെ കോടിക്കണക്കിന് പ്രകാശങ്ങളിൽ ഒരു പ്രകാശം മാത്രമാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ബോധരഹിതനായി വീണു. ജിബ്രീലേ, എനിക്ക് അള്ളാഹനെ കാണാൻ പറ്റിയില്ല ജിബ്രീൽ, അതിന്റെ വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നു, ജിബ്രീലേ, എൻ്റെ പ്രവാചകനാകുന്ന മൂസയുണ്ടല്ലോ, ആ മൂസയോട് പറയണം. എന്താണ് പറയേണ്ടത്? മൂസ നബിയേ, നിങ്ങളുടെ വിഷമം മാറാൻ, നിങ്ങളുടെ സങ്കടം മാറാൻ ഒരു കാര്യം ഞാൻ ചെയ്തു തരാം. എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു സ്വർഗം കാണിച്ചു തരട്ടെയോ? നിങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരട്ടെയോ? അങ്ങനെ പോവുകയാണ് അത്ഭുതപ്പെടുത്തുന്ന സ്വർഗലോകത്തിലേക്ക് പോവുകയാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മഹാനായ ജിബ്രീൽ എന്ന മലക്കും കൂടി പോവുകയാണ്. അങ്ങനെ മൂസാ നബി സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. അല്ലാ, എന്തൊരു അത്ഭുതമാണ്! ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത അത്ഭുതങ്ങളുടെ കലവറയാണല്ലോ സ്വർഗം. അങ്ങനെ സ്വർഗം മുഴുവനും കണ്ടിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, നിന്റെ ഒരുപാട് അജായിബകളുള്ള, നിന്റെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഈ സ്വർഗലോകമുണ്ടല്ലോ, ഈ സ്വർഗലോകത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അല്ലാ? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാനും നിങ്ങളൊക്കെ വീട് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ താമസിക്കുന്ന വീട്ടില് ചില സ്ഥലങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടാകും. ചിലപ്പോൾ പറയും, അടുക്കളയാണ്, കിച്ചണാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ സിറ്റ് ാണ് ഇഷ്ടപ്പെട്ടത്, ബാൽക്കണിയാണ് ഇഷ്ടപ്പെട്ടത്, മാസ്റ്റർ ബെഡ്റൂം ആണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചില സ്ഥലങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ടല്ലോ. അള്ളാഹുവിനോട് ചോദിക്കുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവേ, നിനക്ക് ഏറ്റവും കൂടുതൽ ഈ സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അള്ളാഹു പറയുകയാണ്, മൂസ നബിയേ, ഉണ്ട്, അത് മറ്റൊന്നുമല്ല, അത് ഖലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അല്ല, അതൊരു കൊട്ടാരമാണെന്നും മറ്റൊരു അഭിപ്രായമുണ്ട്. എന്തുമാവട്ടെ, അത് കൊട്ടാരമായാലും സ്ഥലമായാലും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണത്, കൊട്ടാരമാണത്. ആ സമയത്ത് മൂസാ പ്രവാചകർ ചോദിക്കുന്നു, അള്ളാഹുവേ, പടച്ച റബ്ബേ, ആർക്കാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സംരംഭം, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കൊട്ടാരം അല്ലെങ്കിൽ ഈ സ്ഥലം നീ ആർക്കാണ് കൊടുക്കുക? ആ സമയത്ത് അള്ളാഹു പറയുന്നു, രണ്ട് സ്വഭാവമുള്ളവർക്കാണ്. ഈ സദസ്സിൽ വന്നിരിക്കുന്ന എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ വാപ്പിച്ചിമാരെ, നമ്മളെല്ലാവരും ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഈ രണ്ട് സ്വഭാവത്തിന്റെ ഉടമകളായി മാറിയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ട ആ സ്ഥാനമുണ്ടല്ലോ, ആ വീടുണ്ടല്ലോ, കൊട്ടാരമുണ്ടല്ലോ, അതിൽ പാർക്കാന്, അതിൽ താമസിക്കാന് അള്ളാഹു നമുക്ക് അവസരം തരുന്നതാണ്. എന്നിട്ട് മഹാനായ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു, മൂസ നബിയേ, രണ്ട് സ്വഭാവമുള്ളവരാ. ഒന്നാമത്തെ സ്വഭാവം ഹും ഖൗമുൻ ഇദാ അസ്വാബതുഹും ബലിയാ. ഒരു വിഭാഗമുണ്ട്, ദുനിയാവിന്റെ
നിന്റെ തൊലിപ്പുറത്ത് ജീവിക്കുമ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കും. മക്കൾ മരണപ്പെട്ടു പോകും മൂസ നബിയേ, അതുപോലെ തന്നെ ഭർത്താവ് വേഗത്തിൽ മരണപ്പെടും, ഭാര്യക്ക് അസുഖമുണ്ടാകും, അതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും, കടങ്ങളുണ്ടാകും, ഒരുപാട് രോഗങ്ങളുണ്ടാകും, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, അങ്ങനെ ഒരുപാട് ആ നീറുന്ന നൂറ് പ്രശ്നങ്ങൾ കൊടുക്കുന്ന സമയത്ത് സ്വബറൂ, അവർ ക്ഷമിക്കുന്നവരാൻ. ഇത് അല്ലാഹു തന്നതല്ലേ, പടച്ചോൻ വിധിച്ചതല്ലേ, അല്ലാഹു തന്നെ ഇത് പരിഹരിച്ചു തരുമെന്ന് വലിയ തഖ്വയുള്ള, വലിയ തവക്കലുള്ള മനസ്സുള്ള ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പദവിയാകുന്ന ഈ ഹദീറത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന സ്ഥലം കൊടുക്കുന്നത്, കൊട്ടാരം കൊടുക്കുന്നത്. എന്റെ ഉമ്മമാരെ, ഞാനും നിങ്ങളും അങ്ങനെയാണോ? ഒരു തലവേദന വന്നാ, മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാ, എന്തെങ്കിലും കടം വന്നാ, ഞാനും നിങ്ങളും പറയാറുണ്ടല്ലോ, എനിക്ക് മാത്രം എന്തിനാണ്, എന്റെ കുടുംബത്തിന് മാത്രം എന്തിനാണ് ഇങ്ങനെ പടച്ചോന് പരീക്ഷിക്കുന്നത്? ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നവരല്ലേ, ഇതുപോലുള്ള മജ്‌ലിസുകളിൽ പോയി ഇരിക്കുന്നവരല്ലേ, അതുപോലെ തന്നെ ഒരുപാട് പൈസ ഞാൻ ചിലവഴിക്കുന്നുണ്ടല്ലോ, സ്വതക്ക കൊടുക്കുന്നുണ്ടല്ലോ, ഉസ്താദുമാർക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, യതീംഖാനക്ക് പിരിവ് കൊടുക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ അല്ലാഹു എന്നെ പരീക്ഷിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരാണോ ഞാനും നിങ്ങളും? അതല്ല, അത് അല്ലാഹു എനിക്ക് തന്നതല്ലേ. ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളുള്ള, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുള്ള എത്രയോ ആളുകളുണ്ടെന്ന് ചിന്തിക്കുകയാണോ ഞാനും നിങ്ങളും ചെയ്യാറുള്ളത്? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്.